ജോഗ്രഫി ഓപ്ഷണൽ, ജനറൽ സ്റ്റഡീസ് പേപ്പർ 1, ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 ഈ 3 പേപ്പേഴ്സിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്, സ്പോഞ്ച് സിറ്റി കോൺസെപ്റ്റ്. നമുക്കറിയാം, നമ്മുടെ നഗരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അർബൻ ഫ്ലഡ്സിന് വിധേയമാകാറുണ്ട്. 2005 മുംബൈയിലും 2015 ചെന്നൈയിലും 2023 ബാംഗ്ലൂരിലും വലിയ ഫ്ലഡുകളുണ്ടായി. ഇതിൻ്റെ ഒരു മറുവശം എന്നോളം 2019 ചെന്നൈയിൽ വലിയ ഡ്രിങ്കിങ് വാട്ടർ ക്രൈസിസ് ഉണ്ടായിരുന്നു. റീസെൻ്റ്ലി നമ്മൾ ബാംഗ്ലൂരിലും ഇതുപോലത്തെ സിറ്റുവേഷൻ തന്നെ കണ്ടു. അതായത് മഴക്കാലങ്ങളിൽ നമ്മുടെ നഗരങ്ങളിൽ വലിയ ഫ്ലഡുകൾ ഉണ്ടാകുകയും എന്നാൽ വേനൽക്കാലത്ത് ഇതേ നഗരങ്ങളിൽ തന്നെ ജലക്ഷാമം ഉണ്ടാകുകയും ചെയ്യുന്നു. ഇത് ഒരു കോയിൻ്റെ 2 വശങ്ങളായിട്ട് വേണം നമുക്ക് കാണാൻ. ഇതിനുള്ള കാരണം നമ്മളുടെ നഗരങ്ങളുടെ ഡിസൈനാണ്. പൂർണ്ണമായും ബിൽഡിങ്സും റോഡുകളും കോൺക്രീറ്റ് സർഫസുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന നമ്മളുടെ നഗരങ്ങളിൽ വെള്ളത്തിന് ഭൂമിയിലേക്ക് ഒലിച്ചിറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ മുഴുവൻ വെള്ളവും സർഫസ് വാട്ടറായി നിലനിൽക്കുന്നു. ഈ വെള്ളത്തെ ഒഴുക്കിക്കളയാനുള്ള കപ്പാസിറ്റി നഗരങ്ങളിലെ നദികൾക്കോ ഡ്രെയിനേജിനോ ഇല്ല. അങ്ങനെ അത് അർബൻ ഫ്ലഡ്സിലേക്ക് നയിക്കുന്നു. ഇതിൻ്റെ ഒരു മറുവശം എന്നോളം വേനൽ സമയങ്ങളിൽ ഗ്രൗണ്ട് വാട്ടർ റീചാർജ് പ്രോപ്പറായി നടക്കാത്തതുകൊണ്ട് ജലക്ഷാമവും അനുഭവപ്പെടുന്നു. നമ്മുടെ ഈ 2 പ്രശ്നങ്ങളുടെയും ഒരു സൊല്യൂഷനാണ് സ്പോഞ്ച് സിറ്റി കോൺസെപ്റ്റ്. ഏകദേശം 25 വർഷങ്ങൾക്ക് മുന്നേ ചൈനീസ് അർബൻ പ്ലാനേഴ്സാണ് ഈ ഒരു കോൺസെപ്റ്റ് വിഭാവനം ചെയ്തത്. ഒരു സ്പോഞ്ച് പോലെ നമ്മളുടെ നഗരങ്ങൾ കൂടുതൽ വെള്ളം ആഗിരണം ചെയ്യാൻ പാകത്തിന് കൂടുതൽ ജലാശയങ്ങളും ഗ്രീൻ സ്പേസസുകളും പാർക്കുകളും അതുപോലെ നമ്മളുടെ ബിൽഡിങ്ങുകളുടെ മുകളിൽ ഒരു ചെറിയ സോയിലിൻ്റെ ലെയർ ക്രിയേറ്റ് ചെയ്ത് വെള്ളത്തിനെ ആഗിരണം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മെത്തഡോളജിയാണ് സ്പോഞ്ച് സിറ്റി കോൺസെപ്റ്റ്. ഇങ്ങനെ സർഫസ് വാട്ടറിൻ്റെ എമൗണ്ട് വളരെയധികം കുറയുകയും ഫ്ലഡിനുള്ള സാധ്യത കുറയുകയും ചെയ്യുന്നു. സർഫസ് വാട്ടർ റിസോഴ്സസിൻ്റെയും ഗ്രൗണ്ട് വാട്ടറിൻ്റെയും റീചാർജ് പ്രോപ്പറായി നടന്നതുകൊണ്ട് ഇനി ജലക്ഷാമത്തിനുള്ള സാധ്യതയും കുറയുന്നു. കൂടാതെ കൂടുതൽ ഇവോപ്പറേഷൻ നടക്കുന്നതുകൊണ്ട് നമ്മുടെ നഗരങ്ങളിൽ ഒരു കൂളിംഗ് എഫക്റ്റും കിട്ടുന്നു. ഇങ്ങനെ അർബൻ ഹീറ്റ് ഐലൻഡ് പോലുള്ള ഇഷ്യൂസിനും ഒരു സൊല്യൂഷനായി മാറുന്നു. അങ്ങനെ സ്പോഞ്ച് സിറ്റി എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് നമ്മളുടെ നഗരങ്ങൾ നേരിടുന്ന പല പ്രശ്നങ്ങളുടെയും ഒരു സൊല്യൂഷനായി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ്. ഈ ഒരു കോൺസെപ്റ്റ് ഭാഗികമായെങ്കിലും നടപ്പിലാക്കിയ വലിയ നഗരങ്ങളാണ് ഷാങ്ഹായ്, വുഹാൻ, ബെർലിൻ എന്നിവ. നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം മെയിൻസിൽ ലഭിക്കാം. ചിലപ്പോൾ സ്പോഞ്ച് സിറ്റി എന്ന് ഡയറക്റ്റായിട്ടൊരു ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ അർബൻ ഫ്ലഡ് എന്ന കോമൺ ആയിട്ടുള്ള ചോദ്യത്തിൽ നിങ്ങൾക്ക് ഇതൊരു മേജർ പോയിൻ്റായിട്ട് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തായാലും നിങ്ങളിതിൻ്റെ ഒരു ഫിഗർ, റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ഫിഗർ വരയ്ക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിളുകളും കേസ് സ്റ്റഡീസും ഒക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.